അപ്പം നാട്ടിൽ നിന്നൊരു പുള്ളി വന്നപ്പം കുറച്ച് ഏത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഉണ്ണിച്ചേട്ടന് ഇപ്പോൾ പഴംപൊരി കഴിച്ചേ പറ്റും. പിന്നെ എന്താ ഒന്ന് ഉണ്ടാക്കാം. പഴംപൊരി കിട്ടിയ പിന്നെ നമുക്ക് പഴം കിട്ടിയാൽ പിന്നെ നമുക്ക് പഴംപൊരിയാണല്ലോ. അപ്പം എന്നാലും കുറച്ച് പഴംപൊരി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ഈ പാത്രത്തിൽ പഞ്ചസാരയും ഇച്ചിരി വെള്ളത്തിൽ മഞ്ഞപ്പൊടി തൊട്ട് ഒന്ന് അലിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ മൈദ അരിപ്പൊടിയാണ്, അരിപ്പൊടി കുറച്ച്, പിന്നെ ഉപ്പ് ഇട്ട് ഇനി ഒരു സാധനമുണ്ട്, ഇത് ജീരകമാണ്. നമ്മള് പൂരിയൊക്കെ ഉണ്ടാക്കുമ്പം അതിനകത്ത് ഇടുന്നതാണ്. അത് കൊടുക്കണം. എള്ളില്ല ഇല്ല. അപ്പം നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിനെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ചിലപ്പോൾ എനിക്ക് വെള്ളം കൂടിയൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പം എന്താ, എല്ലാവരും ചെയ്ത പോലെ തന്നെ കുറച്ചുകൂടെ പൊടിയിട്ട് അതിനെ ഒന്ന് ശരിയാക്കി എടുക്കും. ഇന്ന് എന്തായാലും വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ശരിയാക്കി എടുക്കും. ഇവിടെ ഞങ്ങള് മറ്റേ വെള്ളം മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് 20 ലിറ്ററിന്റെ ഒരു ക്യാനാണ്. ഇതിന് നമുക്ക് 10 രൂപയാണ് ഒരു ക്യാൻ. 20 ലിറ്ററിന്റെ ഒരു ക്യാൻ. ഈ ഒരു ക്യാൻ നിറയ്ക്കുന്നതിന് 10 രൂപയാണ്. ഇപ്പം നമുക്കിപ്പം ഒന്നും വെള്ളം വേണ്ടി വരത്തില്ല. ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ കൂടുതലും ഈ വെള്ളത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് തല കഴുകാനൊക്കെ ഈ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ തലയൊന്നും കഴുകാറില്ല. ഇതിനകത്ത് നമ്മുടെ ഇവിടുന്ന് വരുന്ന പൈപ്പ് വെള്ളത്തിൽ തന്നെയാണ് കഴുകുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചിമാരൊക്കെ ഈ വെള്ളത്തിലാണ് തലയിൽ കഴുകുന്നത്. അപ്പം ചേച്ചിക്കൊക്കെ ഒരുപാട് വെള്ളം വേണ്ടി. ചേച്ചിയൊക്കെ ഡെയിലി 2 ക്യാൻ വെള്ളമെങ്കിലും എടുക്കും. മൈൻഡ് ആയതുകൊണ്ട് എന്നാലും നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. വെള്ളം മതിയാവും. ഇവിടെ ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോഴും ചേച്ചിമാരെല്ലാവരും സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്യും, നമുക്കൊരു ചായക്കട അവിടെ ഇട്ടാലോ ചേച്ചി. നമ്മുടെ പരിപ്പ് വടയും ഉഴുന്ന് വടയും അവിടെ എന്ന് കഴിക്കുമ്പോഴും ഇത് രസം ഉണ്ടാവില്ല അല്ലേ. നമ്മളിപ്പോ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇവിടുന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ അപ്പൊ കഴിക്കുമ്പം അത് ചെറിയ തരികൾ കിടപ്പുണ്ട്. അതുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം, അരിച്ചെടുക്കാം. കൺസിസ്റ്റൻസി കറക്റ്റാണ്. അപ്പം 2-3 കട്ടകളുള്ളതിനെ കൂടെ ഒന്ന് ഇനി വെള്ളം ഒഴിക്കണ്ട. ഇനി വെള്ളം ഒഴിച്ചാൽ വെള്ളമായി. അപ്പൊ ഈ പഴത്തിനിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. ഇത് ഇനി കുറച്ച് നേരം വെച്ചേക്കാം. ഒന്ന് പുളിക്കട്ടെ. അപ്പം മാവ് റെഡി ആയിട്ടുണ്ടേ. അപ്പം ഇപ്പം ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടാവും. ഞാനിത് മിക്സാക്കി വെച്ചിട്ട് എന്താ പാപ്പ ഉണ്ടാക്കിയിട്ട് തരാം. പോയിരുന്നു പോയിക്കോട്ടെ. അമ്മ ഉണ്ടാക്കിയിട്ട് വിളിക്കാം. അമ്മ വന്നാൽ മതിയേ. അത് പാപ്പ ഉണ്ടാക്കാൻ അമ്മ ഉണ്ടാക്കിയിട്ട് തരാമേ. പോയിക്കോ. ഏകദേശം ഇപ്പം 1 മണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പം ഉണ്ടാക്കി തുടങ്ങാം. ആണെങ്കിൽ 5:30 ആകുമ്പോഴത്തേക്ക് പോകണം. അപ്പം അതിന് മുന്നേ കൊടുക്കണമല്ലോ. അപ്പം ഇനി ബാക്കി ഉണ്ടാക്കാം.
ഇതിന്റെ പുതിയ കത്തിയ അധികം അങ്ങോട്ട് പഴുത്തിട്ടില്ല. ഞാൻ പറഞ്ഞതാ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാക്കാം. വിളിച്ചാൽ സമ്മതിക്കരുത്. നല്ല എണ്ണ ചൂടാ പോണേ. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. നന്നായി വരുന്നത് കേട്ടോ. നന്നായി വരുന്നത്. ഞാൻ തിരിച്ചിട്ടുണ്ട്. തിരിച്ച് മറിച്ച് കിടണം. എന്തെങ്കിലും ഇടണം. ഓക്കെ മതി കേട്ടോ. ഭയങ്കര അവക്കടോ പിടിച്ചിട്ടായി. കുറച്ചെണ്ണ ഒന്ന് കുറച്ച് മതി. മതി പറഞ്ഞു. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് എടുക്കാണേ. നല്ല മുരിമുരാ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഊറ്റി പാത്രത്തിലോട്ട് ഇടാം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സെറ്റ് ശരിയായിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് സെറ്റ് അപ്പോൾ അതിന് എണ്ണ ഒന്നും ചൂടാവട്ടെ. ജീരകം കൂടി പോലും അത്രേ ഉള്ളൂ. എല്ലായിടത്തും ജീരകം ഇത്തിരി അധികമായിട്ട്. ഇത് അതില് പൂരിയിലിടുന്ന അയമോദകമില്ല, അതാണ് സാധനം. ജീരകമല്ല. ചായയുടെ മധുരം അറിയത്തില്ല ഇത് കഴിച്ചത്. മധുരമാണ് വേണ്ട. കൊള്ളാമോ? കൊള്ളാമോ?